സൂപ്പർ ബോയ്സ് ആൻഡ് സൂപ്പർ ഗേൾസ് റെഡി? ആ ക്യാപ്റ്റൻസ് എവിടെ? ഒളിവില്ല. അർച്ചന എന്താ കൈപൊക്കാത്ത? കുറച്ചൊരു ജീവിതം ചെറുതാണ്. ജീവിതം ചെറുതാണ്. വേഗം വന്ന് വന്ന് നിങ്ങളുടെ എനർജി ഇങ്ങനെ കുറഞ്ഞാണല്ലോ വരുന്നേ. അല്ലേ പാറു? അല്ലേ? ക്യാപ്റ്റൻ മാറിയോ? ക്യാപ്റ്റൻ മാറിയോ? ആരാ ഇപ്പോ ക്യാപ്റ്റൻ? നിങ്ങൾ സെലക്ട് ചെയ്തോ? ഓ അതവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് അനൗൺസ് ചെയ്യാം. നമുക്ക് അല്ല അടുത്ത ക്യാപ്റ്റൻസ് ആയോ? നമ്മൾ ഇവര് കഴിഞ്ഞല്ലോ. ഇപ്പൊ എല്ലാ കഴിഞ്ഞ ഷെഡ്യൂളൊക്കെ ഇവരായിരുന്നല്ലോ. എന്നാൽ നമുക്ക് ആ ക്യാപ്റ്റൻസിനെ തെരഞ്ഞെടുക്കാൻ തോന്നുന്നു അല്ലേ? അപ്പൊ ആരാണ് യശിന് ശേഷം നിങ്ങളുടെ സൂപ്പർ ബോയ്സ് ടീമിൽ നിന്നും വരുന്ന ക്യാപ്റ്റൻ? രാഹുലാണ് ക്യാപ്റ്റൻ. രാഹുൽ ഇവിടെ ഇല്ല. ഓക്കെ ശരി. ഓക്കെ ഇനി കുട്ടികളിൽ ആരാണ്? ഗേൾസ് ടീമിൽ നിന്ന് ആരാണ്? ഓക്കെ അപ്പൊ ജോലിയൊക്കെ നല്ല ഭംഗിയായി ചെയ്യാം. ഓക്കെ സൂപ്പർ ഓർക്കസ്ട്ര ജഡ്ജസ് റെഡിയാണോ? തുടങ്ങാം നമുക്ക്. തുടങ്ങൂ. ഓക്കെ അപ്പൊ ഫസ്റ്റ് തന്നെ എങ്ങനെയാ നിങ്ങൾക്ക് ഒരു മെലഡി സോങ് കേൾക്കണോ? അടിച്ചു പൊളിക്കാലോ നമുക്ക്. അപ്പൊ ഒന്ന് പെപ്പി അടിക്കാം നമുക്ക്. ഓക്കെ പെപ്പി അടിക്കാൻ വരുന്നു അക്ഷയ്. കൂട്ടിലെ കിളിയവിടെ മുയലമ്മയ്ക്കുള്ളൊരു കൊമ്പവിടെ കരിഞ്ഞണ്ടിനുണ്ടായ വാലവിടെ വരണുണ്ട് നല്ല കാലം. അക്ഷയ് തകർത്തു. ഞങ്ങളൊക്കെ എൻജോയ് ചെയ്തു. എടാ എന്താ ഈ ബമ്പട്ട് ഹുടുകി? അയ്യോ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതായത് എനിക്ക് തോന്നിയത് എന്റെ പെണ്ണ് അങ്ങനെയല്ലേ? പെണ്ണോ? അങ്ങനെ എന്റെ പെണ്ണേന്നാണോ? അല്ലാന്ന് തോന്നുന്നുണ്ട്. ആർക്കെങ്കിലും അറിയോ? സുന്ദരിയായ പെൺകുട്ടി. അപ്പൊ നീ അനഘേനെയാണല്ലോ സെലക്ട് ചെയ്തത്. ബമ്പട്ട് ഹുടുകിയായിട്ട് സെലക്ട് ചെയ്ത അനഘേനെയാണല്ലോ. അതാണോ ബമ്പട്ട് ഹുടുകി? എന്താ അവിടെ ബമ്പട്ട് ഹുടുകി അല്ലേ? നിന്റെ ചോദ്യത്തിൽ ഒരു വെരി ബ്യൂട്ടിഫുൾ. അനഘ സുന്ദരിയാണ് ഇവിടെ. ബൊമ്പട്ട് ഹുടുകിന്ന് നീ പാടി എന്നിട്ട് നീ അനഘയാണല്ലോ സെലക്ട് ചെയ്തത്. അവൻ വിചാരിച്ച എന്റെ പെണ്ണെ അതിനേക്കാളും ലെവല് കൂട്ടിയിട്ടാണ് അവൻ വിളിച്ചത്. അതാ മൈ ഡാർലിംഗ്. ഞാൻ ഒന്നും പറഞ്ഞില്ല. ഓക്കെ ചോദിക്കാം. ചേച്ചി അക്ഷയ് എന്തൊരു പാട്ടാ സെലക്ട് ചെയ്തേ. ഓ ഭയങ്കര എനർജി സോങ് അല്ലേ ഇത്. ശരിക്കും ഓർക്കസ്ട്രയ്ക്ക് ഒരു വലിയ കയ്യടി. അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ കോറസിനൊരു വലിയ കയ്യടി. അക്ഷയ് ഇതില് ഒന്നാമത് ഭയങ്കര എനർജി സോങ് ആണിത് അല്ലേ? ഇത് പല്ലവി നല്ല എനർജി ഉണ്ടായിരുന്നു. ആ എനർജി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ സൂപ്പറായിട്ട് പാടിയത്. അനുപല്ലവി വന്നപ്പോഴത്തേക്ക് ഇത് മൂന്ന് പേര് പാടിയ പാട്ടാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അക്ഷയ് പാടുമ്പോൾ അക്ഷയ് ഓരോ സിംഗേഴ്സ് കൊടുക്കുന്ന മോഡ്യുലേഷൻ അനുസരിച്ചാണ് അക്ഷയിൻ്റെ ഗെയിന് പോകുന്നത് ശബ്ദത്തിൽ. അപ്പം നമ്മുടെ ശ്രീകുട്ടൻ ചേട്ടൻ പാടിയത് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെലഡി പോകുന്നത് പോലെ ആയപ്പോഴത്തേക്ക് പെട്ടെന്ന് ആ ത്രോയിൽ നിന്ന സാധനം പെട്ടെന്നൊന്ന് ഒതുങ്ങി. നമ്മൾ ആ എക്സ്പെക്റ്റ് ചെയ്ത ഒരു എനർജി ത്രൂ ഔട്ട് ദ സോങ് ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ ഇടയിൽ അത് ഡിപ്പാവും, ഇടയിൽ കയറി വരും. ചില സ്ഥലത്ത് ഒരു ഡൗട്ട് അടിച്ച് പാടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അനുപല്ലവിയുടെ തുടക്കം, ചരണത്തിന്റെ തുടക്കം അങ്ങനെ ഉണ്ടോ? ചെറുതായിട്ടൊന്നൊരു പെട്ടെന്നൊരു കോൺഷ്യസ് ആയി. അതാണ് എനിക്ക് തോന്നിയത്. പെട്ടെന്ന് ഇങ്ങനെ ഡിപ്പായി ചരണമായപ്പോൾ കുറച്ചുകൂടി ഡൗട്ട്ഫുൾ ആണോ അക്ഷയ് പാടുന്നത്? അക്ഷയ്ക്ക് എന്നെ ഡൗട്ട്ഫുൾ ആയ പോലെ തോന്നി. ഞാൻ രണ്ടാമത് പാടിക്കുന്നില്ല, കാരണം ഒന്നാമത് നമ്മുടെ അനഘ കുട്ടിയെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിച്ചു ഇവിടെ. അത് അടിപൊളിയായിരുന്നു. അസലായിട്ട് ഡാൻസ് ചെയ്തു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, നല്ല പോർഷൻ അത്. പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്കാണോ ആളൊന്ന് തളർന്നു പോയത്? ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ, ആ എനർജി തിരിച്ചു കൊണ്ടുവരണം. ഓൾറൈറ്റ്, ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ശരത് സർ. എടാ അക്ഷയ് സർ, നീ നിന്റെ തുടക്കം ഒരു തൃശ്ശൂർ പൂരമായിരുന്നു. പക്ഷെ ഇത് അല്ല, എന്തുകൊണ്ടാണ് അത്ര പെട്ടെന്നൊരു ഇറക്കം വന്നത്? ഞാൻ ആലോചിക്കുന്നത് ഒരു പ്രസൻസേ ഫീൽ ചെയ്തില്ല.
സാർ അത് MG ശ്രീകുമാർ സാർ പാടിയ വേർഷനിൽ എടാ അതൊരു- എം.ജി. പവർ നിനക്കറിയാമോ? ഒരു ഭീകര ജീവിയാ അത് എങ്ങനെ വേണേ പാടും. അപ്പൊ അത് ഒരിക്കലും എം.ജി. നിന്നെ കണ്ടു വന്നൊന്നും പാടത്തില്ല. അത് ഈ പാട്ടിൻ്റെ ഇടയ്ക്ക് അങ്ങനെ പാടിയാൽ അതാ നമ്മൾ പറയുന്നത്. ഓക്കെ സാർ. പിന്നെ താളമൊക്കെ കൈവിട്ടു പോയി സെക്കൻഡ് ഹാഫ്. നിങ്ങൾ ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഇതിപ്പം ആ തൈ പാടി തുടങ്ങിയപ്പോൾ ഉള്ള എനർജിയിൽ നമുക്കൊന്ന് ഒരു 2 ലൈൻ അതൊന്ന് പാടിയാലോ? തൈ ഒരു തെനവയൽ വിളഞ്ഞിട്ട് കൈ തൊട്ട് കതിർമഴ പൊഴിഞ്ഞിട്ട് തൈ മുറ്റം പവിഴം കൊണ്ടല് കിട്ടുവൈ. മതി. ഇനി അടുത്തത്. പനി നീർപ്പുഴയും ആ. നീയും പാടിയ പല്ലവിയൊന്നല്ലേ പകൽ മായുമ്പോൾ പറയാനുള്ളത് പാതി മറന്നു. അതിനൊക്കെ ക്ലാരിറ്റി വേണം. ക്ലാരിറ്റി കുറച്ച് അധികം സോഫ്റ്റ് ആയി പോയി. അതങ്ങ് ചിലതൊന്നും കേൾക്കാൻ വയ്യ ഈ വികാരം കാരണം. അത് കുറച്ച് കേൾക്കട്ടെ. ആ സാർ ഒരു പെപ്പി നമ്പർ വരുമ്പോൾ ജനങ്ങളെ മുഴുവൻ നമ്മൾ കയ്യിലെടുക്കണ്ടേ? വേണം സാർ. അപ്പോൾ ആ ഒരു പവർ നിലനിർത്തണം എപ്പോഴും കേട്ടോ. പക്ഷേ നല്ല പാട്ടുകാരനാണ്, നമുക്കൊക്കെ ഇഷ്ടമാണ്. താങ്ക് യു സാർ. അപ്പോൾ ഇനി നോക്കിക്കൊള്ളുക. നോക്കാം സാർ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു ശരത് സർ. ഷാനിക്ക. അക്ഷയ്, എനിക്ക് തോന്നുന്നു ആ ഒരു അപ്രോച്ച് മാറ്റണമായിരുന്നു. ഈ Okay, പാട്ട് പഠിച്ചതിൻ്റെ ആ ഒരു അപ്രോച്ച് മാറ്റണമായിരുന്നു എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. കാരണം പല്ലവി ഈ പറഞ്ഞ പോലെ നല്ല സ്ട്രോങ് ആയിട്ടാണ്, നല്ല ഗെയിനോട് കൂടിയാണ് അക്ഷയ് വന്നത്. പക്ഷെ പിന്നെ അത് നമ്മൾ ആ ഒരു പാട്ട് തീരുന്നതിനകത്ത് പ്രോഗ്രസീവായിട്ടാണ് പോകുന്നതെങ്കിൽ അവസാനം ആകുമ്പോഴേക്ക് നമ്മളങ്ങ് അടിച്ച് പൊളിച്ചങ്ങ് നിർത്തണം. അപ്പോൾ ആണ് നമ്മളും എല്ലാ പാട്ടും അങ്ങനെയാണല്ലോ, പ്രോഗ്രസീവായിട്ട് ഒന്നിൽ ഇങ്ങനെ പോവും അല്ലെങ്കിൽ പ്രോഗ്രസീവായിട്ട് പോവും. അപ്പോൾ ആ ഒരു പ്രോഗ്രസീവ്നെസ് ആണ് പോയത്. നേരെ ഇങ്ങനെ താഴോട്ടുള്ളൊരു ഗ്രാഫാണ് നമ്മൾ കണ്ടത്. എസ്പെഷ്യലി ചരണമായപ്പോഴേക്കും ഈ പറഞ്ഞ പോലെ ഭയങ്കര എനർജി ഭയങ്കരമായിട്ട് ഡ്രോപ്പായി. അപ്പോൾ നമ്മളൊന്ന് മാസ്റ്റർ ചെയ്യാൻ നമ്മൾ പഠിക്കണം കേട്ടോ. Okay. ബാക്കി ഔട്ട്ഫിറ്റ് വൈസ് കോറസ് എല്ലാം അടിപൊളിയായിരുന്നു. അതുകൊണ്ട് അതിലൊന്നും യാതൊരു ഇതുമില്ല. പക്ഷേ കുറച്ചൊന്ന് ഡിമ്മായിപ്പോയി, അത്രേ ഉള്ളൂ. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നല്ല പാട്ടുകാരനാണ്. ദാറ്റ്സ് ഓൾ. താങ്ക് യു. താങ്ക് യു ഷാനിക്ക. ഓക്കെ, മാർക്സ് വയ്ക്കാം. ചോദിക്കാം. ശരത് സർ. അക്ഷയ് സാർ 8.4. താങ്ക് യു ശരത് സർ. ഷാനിക്ക. 8.3. താങ്ക് യു ഷാനിക്ക. അക്ഷയുടെ ചേച്ചി. മാർക്ക് ഞാൻ വളരെ ഭദ്രമായി മടക്കി ഈ കുംഭത്തിലേക്ക് മടക്കി നിക്ഷേപിക്കുന്നു. ഈ ഭാവി കുംഭത്തിലേക്ക് നിക്ഷേപിച്ചിരിക്കുന്നു. ഓക്കെ, സോ ടോട്ടൽ 16.7. അടുത്തതായി ട്രിബ്യൂട്ട് മാസ്റ്റേഴ്സ് റൗണ്ടിൽ നമ്മുടെ സ്വന്തം സലീൽ ദായ്ക്ക് ട്രിബ്യൂട്ട് ആയി വരുന്നു ദേവിക. മലർക്കൊടി പോലെ വർണ്ണത്തൊടി പോലെ മലർക്കൊടി പോലെ വർണ്ണത്തൊടി പോലെ മയങ്ങോ നീ എൻ മടിമേലേ മയങ്ങോ നീ എൻ മടിമേലേ മലർക്കൊടി പോലെ വർണ്ണത്തൊടി പോലെ മയങ്ങോ നീ എൻ മടിമേലേ മയങ്ങോ നീ എൻ മടിമേലേ
പോലെ മഞ്ഞിൻ മണി പോലെ മയങ്ങൂ നീലതമേലേ മയങ്ങൂ നീ എൻ മടിമേലേ ആരിരോ ആരിരാരാരോ ആരിരോ ആരിരാരാരോ. കാലമറിയാതെ ഞാനമ്മയായി കഥയറിയാതെ നീ പ്രതിച്ഛായയായി കാലമറിയാതെ ഞാനമ്മയായി കഥയറിയാതെ നീ പ്രതിച്ഛായയായി നിൻ മനമെന്ധനം നിൻ സുഖമെൻ സുഖം ഇനി വീണ നിൻ രാഗമണിമാളിക മധുസ്വരം പോലെ മണിസ്വനം പോലെ മയങ്ങൂ ഗാനകുടം മേലേ മയങ്ങൂ നീ എൻ മടിമേലേ അമ്പിളി നിന്നെ പുൽകി അമ്പരം പൂകി ഞാൻ മേഘമായി അമ്പിളി നിന്നെ പുൽകി അമ്പരം പൂകി ഞാൻ മേഘമായി നിറസന്ധ്യയായി ഞാനാരോമലേ വിടർന്നെന്നിൽ നീയൊരു പൊൻതാരമായി ഉറങ്ങൂ കനവ് കണ്ടുണരാനായുഷസണയുമ്പോൾ മലർക്കൊടി പോലെ വർണ്ണത്തുടി പോലെ മയങ്ങൂ നീ എൻ മടിമേലേ മയങ്ങൂ നീ എൻ മടിമേലേ ആരിരോ ആരിരാരാരോ ആരിരോ ആരിരാരാരോ. വെരി നൈസ്. ദേവിക, ചേച്ചി ബ്യൂട്ടിഫുൾ പെർഫോമൻസ്. താങ്ക് യു. ഭയങ്കര സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പാടിപ്പോവായിരുന്നു. ആ എന്തൊരു കമന്റടാ. ഓക്കെ, ചോദിക്കാം നമുക്ക്. ചോദിക്കാം. ആരോടാ ആദ്യം ചോദിക്കണ്ടേ? ശരത് സർ. നന്നായിട്ട് പാടി താങ്ക് യു സർ. കേട്ടോ. നല്ല ഒരു എന്താ പറയുക, ഒരു നിഷ്കളങ്കമായ ശബ്ദത്തിനുടമയാണ് ഈ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന കുട്ടിക്ക്. താങ്ക് യു സർ. നന്നായിട്ട് പാടി. പല ഏരിയകളും നല്ലതായിരുന്നു. പിന്നെ ചില നിർത്തുന്ന പോർഷൻസ് ഒക്കെ ചിലതങ്ങ് ശ്രുതി ചേരായിക്കുണ്ട്. അത് അങ്ങ് ശക്തി ഈ ശ്വാസം പോയിട്ടുള്ള കുഴപ്പമാണോ? അതാ ഇത് ഞാൻ അങ്ങോട്ട് വരുമ്പോൾ ഇങ്ങോട്ട് വരുന്നു അത് തന്നെ ആയിരിക്കും. അങ്ങനല്ല, സ്വന്തമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഞങ്ങൾക്ക് വേണ്ടത്. അതെനിക്കില്ല. ഇല്ലേ? ഉണ്ട്. ആ ഉണ്ടെങ്കിൽ പറയൂ. എനിക്ക് ഹൈയില് പോകുമ്പോ ശ്വാസം കിട്ടുന്നില്ല. ഇതെന്തോ ഹൈ റേഞ്ചിലാണോ പോകുന്നത് ശ്വാസം കിട്ടാതിരിക്കാൻ? അതൊക്കെ നല്ല മുകളിലാണ്, നല്ല സുഖം കേൾക്കാൻ. പിന്നെ എന്തിനാ ഈ കിടന്ന് ഹൈയില് എനിക്ക് കുഴപ്പമില്ല. ഞാൻ ഇപ്പൊ അങ്ങനെ ആയ അല്ല, ഞങ്ങൾക്കാണോ കുഴപ്പം? ഞാൻ പാടി പാടി പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുമ്പോ തൊണ്ട കുറച്ചടഞ്ഞു. മനുഷ്യരായ അടയും. കാര്യം ഇത് സെക്കൻഡ് ഹാഫ് മുഴുവൻ മേളിലാണ്. അപ്പൊ അങ്ങനെ ഓവറായിട്ട് പ്രാക്ടീസ് ചെയ്യണ്ട കേട്ടോ. അത് നമുക്ക് നെഗറ്റീവായിട്ടുള്ള ഫലം തരും. അപ്പൊ അത് മനസ്സിൽ വെച്ചാൽ മതി. പക്ഷെ നന്നായിട്ട് പാടി. ചില ഏരിയ ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു കേൾക്കാൻ. താങ്ക് യു സർ. പിന്നെ ഈ മയങ്ങൂ അതൊന്ന് പാടാമോ? മയങ്ങൂ നീ എൻ മടിമേലേ അതെപ്പോഴും അതിൻ്റെ ഒരു അതിനാ ഞാനിപ്പോ ഇത് പാടാൻ പറഞ്ഞത്. ഈ ആരിരോ വരുമ്പോഴും അതങ്ങ് കൈവിട്ടു പോകുന്നു. മയങ്ങൂ നീ എൻ മടിമേലേ മയങ്ങൂ നീ എൻ മടിമേലേ. എന്ത് ബ്യൂട്ടിഫുൾ. ആ തലയൊക്കെ തൊടണം. ഒരു നിവൃത്തിയില്ല. വാട്ട് എ കമ്പോസർ. ഇതൊക്കെല്ലാം നന്നായിട്ട് പാടി കേട്ടോ. അതുപോലെ ഈ എൻ പോർഷൻസ് വരുമ്പോൾ മുകളിൽ പാടുന്ന അത് ഒന്ന് കുറയാണ്ട് നോക്കുക ശ്രുതി എന്ന് കേട്ടോ.
ബാക്കിയൊക്കെ മനോഹരമായിരുന്നു. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക്ക. ദേവിക സർ. അടിപൊളിയായിട്ട് പാടി ദേവിക. താങ്ക് യു സർ. ദേവികയുടെ വോയിസിൽ ഞാൻ ശ്രുതി സംഭവങ്ങൾ ഒക്കെ കുറച്ച് അല്ലറ ചില്ലറ അവിടെ ഇവിടെയൊക്കെ പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട്. പക്ഷെ ദേവികയുടെ വോയിസിൽ ഒരു ഭയങ്കര ഒരു ഇന്നസെൻസ് ഉണ്ട്. അത് എന്തോ ഈ ഒരു താരാട്ട് ആണല്ലോ, ആരാരീരോ എന്നൊക്കെ അവിടെയൊക്കെ ഭയങ്കര ഫീലാണ് കൊടുക്കുന്നത്. ദേവികയുടെ വോയിസിൽ ആ ഒരു ഇൻബിൽട്ട് ഫീൽ എനിക്ക് നമ്മൾ ഇതിന് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. വോയിസ് അടിപൊളിയാണ് ദേവിക. താങ്ക് യു സർ. ഉക്രം വോയിസാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ പാട്ടിനെ പറ്റി ശരത്തേട്ടൻ പറഞ്ഞ പോലെ ഒന്നും പറയാനില്ലാത്തൊരു പാട്ട് ഇപ്പോഴും കേൾക്കുമ്പോഴും നമ്മൾ ആഹാ എന്ന് പറഞ്ഞ പോലെ സലീൽ ദ ഹറ്റ്സ് ഓഫ്. വേറെ ഒന്നും പറയാനില്ല അദ്ദേഹത്തെ പറ്റി. അത്രേ ഉള്ളൂ മോളെ, നന്നായിട്ട് തന്നെ പാടി കേട്ടോ. താങ്ക് യു എനിക്ക് എന്തായാലും ഉള്ളിൽ തട്ടി. അത്രേ ഉള്ളൂ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. ചേച്ചി. ദേവിക. ചേച്ചി. ഐശ്വര്യമേ അസലായിട്ട് പാടി. താങ്ക് യു. നല്ല സുന്ദരിയായിട്ടുണ്ട് കാണാന്. നല്ല സാരിയൊക്കെ ഉടുത്ത് ഒരു താരാട്ട് പാട്ടൊക്കെ എടുത്ത് ബ്യൂട്ടിഫുൾ സോങ് സെലക്ഷൻ മോളെ. സോങ് സെലക്ഷൻ ഉണ്ട് ഫസ്റ്റ് തന്നെ വലിയൊരു കയ്യടി. പിന്നെ മനോഹരമായിട്ട് പാടി. നേരത്തെ പറഞ്ഞ പോലെ വളരെ ബ്യൂട്ടിഫുൾ വോയിസ് ആണ് ദേവികയ്ക്കുള്ളത്. അതിനെ നമുക്ക് ഇനി ഒന്ന് റെഡിയാക്കി എടുക്കണം. ഈ പറഞ്ഞ മാതിരി കുറച്ച് ഇനി ഒരു പ്രസൻസ് ഒക്കെ കൊണ്ടുവന്ന് ദേവികയുടേതായ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, എനിക്ക് മോളും ഇതിൽ പാടിയതൊക്കെ വെരി ബ്യൂട്ടിഫുൾ ആയിരുന്നു. തോന്നിയ 2-3 കാര്യങ്ങൾ. ഒന്ന് സാർ പറഞ്ഞു മയങ്ങൂ. അതേപോലെ ചരണത്തിന്റെ ഫസ്റ്റ് ലൈൻ ഒന്ന് പാടുമ്പോൾ അത് അടഞ്ഞിരിക്കുന്നു, അതിന്റെ പ്രൊനൗൺസിയേഷൻ. കാലം കാലമറിയാതെ കാലമറിയാതെ ജ്ഞാനം ഉമ്മല്ല അമ്മ. ജ്ഞാനമയായി കഥയറിയാതെ നീ പ്രതിച്ഛായയായി കാലമറിയാതെ. കുറച്ച് ഭേദമുണ്ട് മോൾ. അതൊന്ന് ശ്രദ്ധിക്കണം, പ്രാക്ടീസ് ചെയ്യണം. സെയിം സംഗതിയാണല്ലോ. ആരിരോ അതൊന്ന് പാടും. ആരിരോ ആരിരാരോ ആരിരോ ആരിരാരോ. അതിനൊരു നേരത്തെ പാടുമ്പോൾ മോള് പാടി വന്നപ്പോഴത്തേക്ക് ആ ആരിരോ ഒന്ന് സ്ലിപ്പായി പോയിരുന്നു. അതൊന്ന് ശ്രദ്ധിക്കണമായിരുന്നു. കാരണം ബാക്കിയൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടുന്നുണ്ട്. അതല്ലാതെ എനിക്ക് മോളോട് ഒരു സന്തോഷം ഒരു സന്തോഷം എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാല് ഈ പാട്ട് കൊണ്ടുവന്നത് കൊണ്ട് എനിക്കൊരു വാക്ക് ഇതിൽ നിന്നും കടമെടുക്കാൻ കിട്ടി. ഒരു ഗാനക്കുടം എന്ന വാക്ക് സമ്മാനമായി തന്നു. ഗാനക്കുടം. ഗാനക്കുടം. അപ്പൊ ഇനി ഗാനക്കുടത്തിലേക്ക് ആകും നിങ്ങളുടെ മാർക്സ് ഒക്കെ ഞാൻ ഇടാൻ പോകുന്നത്. ഓക്കെ, മാന്ത്രികം മാറ്റി. ഗാനക്കുടം എന്ത് മനോഹരമായിട്ടാണ് ശ്രീകുമാരൻ തമ്പി സാർ എഴുതിയിരിക്കുന്നത്. അപ്പം സാറിന് ഒരു താങ്ക്സ്. മോളു ഓൾ ദി വെരി ബെസ്റ്റ് കേട്ടോ. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ഓക്കെ, അപ്പൊ നമുക്കിനി മാർക്സ് ചോദിക്കാം. ഓക്കെ, ശരത് സർ. ദേവു സർ. 9.2 മാർക്സ്. താങ്ക് യു സർ. സൂപ്പർ. താങ്ക് യു ശരത് സർ. ഷാനിക്ക 9.1. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ദേവികയുടെ ഈ പെർഫോമൻസിന്റെ മാർക്ക് ഞാൻ ദേവികയായിട്ട് കൊണ്ടുവന്ന ആ ഗാനത്തിലൂടെയുള്ള ഗാനക്കുടത്തിലേക്ക് ഇടുകയാണ്. സോ ടോട്ടൽ 18.3. താങ്ക് യു. സൂപ്പർ. ദേവികയെ വിടുന്നതിന് മുന്നേ ദേവിക കഴിഞ്ഞ ഷെഡ്യൂളില് പാട്ട് പാടിയപ്പോ അച്ഛന്റെ കാര്യം പറഞ്ഞിരുന്നു. തെയ്യം കലാരൂപത്തെ പറ്റി അച്ഛൻ അതിനു വേണ്ടി എടുക്കുന്ന പ്രിപ്പറേഷൻസിനെ കുറിച്ചൊക്കെ ആള് മെൻഷൻ ചെയ്തിട്ടുണ്ടായി. ഇന്ന് അച്ഛൻ വന്നിട്ടുണ്ട് ദേവുന്റെ. വണ്ടർഫുൾ. അപ്പൊ അച്ഛനെ അങ്ങോട്ട് വിളിക്കൂ. ദേവുനൊരു ആഗ്രഹമുണ്ട് അച്ഛനെ ഒന്ന് ഫ്ലോറിൽ കൊണ്ടുവരണം എന്നുള്ളത്. അപ്പ വിളിക്ക്, അപ്പേ വിളിക്ക്. അപ്പ വാ. ആരാരോ കനിയേ ആരാരോ നിറവേ ആരാരോ തന്നെ നാനേ ആരാരോ കണ്ണേ ആരാരോ കനിയേ ആരാരോ നിറവേ ആരാരോ. എന്ത് പറ്റി ദേവു? എന്തിനാ കരഞ്ഞേ? പറഞ്ഞോ ദേവു, പറഞ്ഞോ എന്തിനാണ് കരഞ്ഞത്? ഞാന് എൻ
എന്ത് പറ്റി? അറിയോ? ഞാൻ ഇങ്ങനെ ഒരു വേദിയിൽ കാണണം അപ്പൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. അയ്യോ അത് നടന്നില്ലേ? നടന്നില്ല. സന്തോഷം കൊണ്ട്. ആ ഞാൻ വിചാരിച്ചു ഈ വേദി വന്നതിന്റെ സങ്കടമായിരിക്കും. സന്തോഷമായിട്ട് പറയൂ. പറയൂ. ഹാപ്പി ആയിട്ട് പറ. കണക്കെ തുറക്കി. കണക്കെ തുറക്ക്. ഇങ്ങനെ ഒരു വേദിയിൽ എന്നെ കാണണമെന്നും ടി വിയിൽ കാണണമെന്നും അപ്പൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പം മാത്രമല്ല അമ്മയും ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പനാ പറയല്, അപ്പൻ എപ്പം പറയും അപ്പൻ്റെ അവസ്ഥ കാണുന്നില്ല മോളെ, അപ്പോൾ നിനക്ക് ദൈവമായിട്ട് തന്നിട്ടുള്ളൊരു കഴിവാന്ന് പാട്ട്. അപ്പോൾ എൻ്റെ അമ്മമ്മ നല്ലോണം പാടും. എല്ലാവരും കുടുംബത്തിലെ എല്ലാവരും പറയും എനിക്ക് അമ്മമ്മേൻ്റെ വോയിസാണെന്ന് എല്ലാവരും പറയാം. അപ്പോൾ അപ്പം പറയും അമ്മമ്മേരെ അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോൾ ഉണ്ടാവും. പിന്നെ ഞാൻ പാട്ട് പ്രാക്ടീസ് ചെയ്യൽ കുറവാണ്. പരിപാടിക്കായാലും അപ്പനും അമ്മയും കൂടി ഉന്തിയാൽ മാത്രമേ ഞാൻ എല്ലാ പരിപാടിക്കും പോക്കുണ്ടായിട്ടുള്ളൂ. അപ്പോൾ അപ്പനെപ്പം പറയും ഏത് ഓഡീഷൻ ഉണ്ടെങ്കിലും എന്നെ എല്ലാത്തിനും വിടും. അപ്പം അപ്പനെപ്പം പറയും ഇങ്ങനെ ഒരു വേദിയിൽ നിൻ്റെ കൂടെ വന്ന് നിൽക്കാനും എല്ലാം എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. എപ്പെങ്കിലും ഒരു ദിവസം അങ്ങനെ അപ്പൻ്റെ ആഗ്രഹം നീ സാധിച്ചു തരണം എന്ന് അപ്പം പറയലുണ്ട്. അപ്പം ഇപ്പം എനിക്കത് സാധിച്ചു. ഒരുപാട് സന്തോഷമുണ്ട്. അമൃത ടിവിയോട്, സൂപ്പർ സ്റ്റാർ സീനിയറോട് ഒരുപാട് നന്ദിയുണ്ട്. ദേവികയുടെ ഈ ഒരു ഇന്നസെൻസ് ആണ് ദേവികയുടെ ശബ്ദത്തിലുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഇന്നസെൻസ് പോവാതെ നോക്കുക. നമസ്കാരം സാർ. നമസ്കാരം. 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 സന്തോഷം. അച്ഛന്റെ പേര്? എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ പണിക്കർ. പിന്നെ മിന്നു ഞാൻ വിളിക്കല്. എൻ്റെ മിന്നു പറഞ്ഞേ ഇത് വലിയ സ്വപ്നതുല്യമായ ഒരു അനുഭവമാണ്. അതിങ്ങനത്തെ ഒരു ഫ്ലോറിൽ വരാനും അതുപോലെ നല്ലൊരു ജഡ്ജിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിന്ന് പാടുവാൻ എൻ്റെ മോക്ക് കിട്ടിയ ഒരവസരം അത് ഇതിനപ്പുറം കിട്ടാനില്ല. വളരെ സന്തോഷം അമൃത ടി വി ഇതിൻ്റെ എല്ലാ പ്രവർത്തകർക്കും. അപ്പോ അച്ഛന്റെ ആ ഒരു ആഗ്രഹം അവള് സാധിച്ചല്ലോ. പക്ഷേ ദേവി ഇവിടെ വന്ന് നിൽക്കുമ്പോഴും നമ്മൾ എപ്പോഴും പറഞ്ഞിരുന്നേ ആ തെയ്യം കലാകാരന്റെ മകളെന്ന് നമ്മളിവിടെ മെൻഷൻ ചെയ്യാം. അച്ഛനെ ഞങ്ങൾ ഇവിടെ എപ്പോഴും മെൻഷൻ ചെയ്യും ദേവിന്റെ പേര് പറയുമ്പോഴേക്കും. അപ്പൊ അവളായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാൽ അച്ഛനടുത്ത് നിൽക്കുമ്പോൾ അതറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ്. തെയ്യം ഒരു കലാകാരനായതുകൊണ്ട് അച്ഛൻ അതിനെ കുറിച്ച് കൂടുതൽ ഞങ്ങൾക്ക് പറഞ്ഞു തരാനും കഴിയുമല്ലോ. അച്ഛന്റെ ആ ഒരു പ്രിപ്പറേഷൻസ് എങ്ങനെയാണ് ആ ഒരു രൂപത്തിലേക്ക് കയറുന്നതിന് മുന്നേ ഉള്ളതൊക്കെ ഒന്ന് ഞങ്ങളോട് ഷെയർ ചെയ്യാമോ? തീർച്ചയായിട്ടും. തെയ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ ഉത്തര മലബാറിൽ ഒരു അനുഷ്ഠാന കലാരൂപം. അനുഷ്ഠാന കല എന്ന് പറയുമ്പോൾ പ്രധാനിഷ്ടം, കർമ്മാനിഷ്ടം, അങ്ങനെയുള്ള കുറച്ച് നിഷ്ഠകൾ കൂടിയ ഒരു ആചാര അനുഷ്ഠാന രൂപമാണ് തെയ്യം. ആ തെയ്യത്തിൽ ഓരോ ക്ഷേത്രങ്ങളെത്തുമ്പം പാലിക്കേണ്ട ചില ചിട്ടകളുണ്ട്. ആ ചിട്ടകളെല്ലാം പാലിച്ച് അതിൻ്റെ കർമ്മമായാലും വ്രതമായാലും ഒക്കെ ചെയ്ത് ഒരു കോലം ധരിച്ച് കഴിയുന്നവരെ 21 കുരുക്കന്മാർ ധരിക്കൽ എന്ന് പറയും. 21 കുരുക്കന്മാർ തലപ്പാടി എന്ന് പറയും. അത് ധരിച്ച് അത് നമ്മുടെ ദേഹത്തു നിന്ന് അത് തലക്കുന്നത് കഴിയുന്നവരെ നമ്മൾ നമ്മൾ ഒരു ദൈവാംശം ഉണ്ട് എന്നുള്ളത് വിശ്വാസമാണ്. അപ്പോൾ അങ്ങനെ തെയ്യം കെട്ട് തെയ്യത്തിൻ്റെ കാര്യം ഇങ്ങനെ പറയുന്നത് അത് കൃത്യമായിട്ട് കുറച്ച് നിഷ്ഠകൾ ചെയ്യുന്നുണ്ട്. നല്ല വ്രതങ്ങളും വ്രതശുദ്ധിയോടുകൂടി ചെയ്യുന്നു. കൂടുതലായിട്ട് കെട്ടി വരുന്ന മുന്നേ പറഞ്ഞ പോലെ മുട്ടം തെയ്യം, ഭൈരവൻ, തീച്ചാമുണ്ടി ഇതെല്ലാം കെട്ടിയും. അല്ല, അങ്ങേ പോലെ ഒരു വ്യക്തിയെ ഞങ്ങൾക്ക് ഈ ഒരു വേദിയിൽ കിട്ടിയത് ഞങ്ങൾക്കും ഒരു ഭാഗ്യമാണ്. അതെ. അച്ഛൻ എന്താ ചെയ്യുന്നേ? തെയ്യം കഴിഞ്ഞാൽ ഓട്ടോ ഡ്രൈവറാണ്. നമ്മുടെ കണ്ണൂർ പഴയങ്ങാടിയാണ്. ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും എന്തെങ്കിലും ഒരു 2 വരി ഞങ്ങൾക്ക് പാട്ടുകാരനും കൂടെ ആണല്ലോ അച്ഛൻ. അപ്പൊ എന്തായാലും പാട്ട് കേൾക്കണം. അഴകേറും ചെറുകുന്നിൽ അഗ്രിശാലമരൂപം അഖില പുത്രിയാളമ്മേ അഖില നായകിയേ തുണൈക്കാമോരടിയങ്ങൾ തുതിച്ചു കൈ തൊഴുമ്പോൾ കളിക്കും പന്തലിൽ കത്തും വിളക്കായി വരുന്നു.
അഴകേറും ചെറുകുന്നീലഗ്രീശാലമരു അചലപുത്രിയളം അഖിലനായകിയേ തുണയ്ക്കാമോരടിയങ്ങൾ സ്തുതിച്ചു കൈതൊഴുമ്പോൾ കളിക്കും പന്തലിൽ കത്തും വിളക്കായും വരേണം വിളക്കായും വരേണം നീ തണലായും വരേണം തണലായും വരേണം നീ തടകായും വരേണം വിളക്കായും വരേണം നീ തണലായും വരേണം തണലായും വരേണം നീ തടകായും വരേണം അഴകേറും ചെറുകുന്നീലഗ്രീശാലമരുകും അചലപുത്രിയാളം അഖിലനായകിയേ തുണയ്ക്കാമോരടിയങ്ങൾ സ്തുതിച്ചു കൈതൊഴുമ്പോൾ കളിക്കും പന്തലിൽ കത്തും വിളക്കായും വരേണം. വണ്ടർഫുൾ വണ്ടർഫുൾ സൂപ്പർ സൂപ്പർ. സത്യത്തില് ഒന്ന് എഴുന്നേറ്റ് നിന്നോട്ടെ. കാരണം വായിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് രോമാഞ്ചം കൊണ്ട് ദൈവമേ എന്തോ ഒരു ചൈതന്യം വന്ന് നിറഞ്ഞ മാതിരി ഒരു ഫീലിംഗ് ആയിരുന്നു. നിങ്ങള് സൂപ്പർ ഓർക്കസ്ട്ര പൊളിച്ചു കളഞ്ഞു. അതിന്റെ കൂടെ സാർ നിങ്ങളും മോളും രണ്ടുപേരും കൂടിയുള്ള ആ വോയിസ് ദൈവമേ ഞങ്ങൾക്കൊരു വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു. ഒരുപാട് നന്ദി. ഈ ഫ്ലോർ ധന്യമായി. ഒരുപാട് നന്ദി. നമുക്കിനി അടുത്ത റൗണ്ടിലേക്ക് പോവാം. ഒരു പെപ്പി നമ്പർ. നമ്മളൊന്ന് ട്രാക്ക് മാറ്റാൻ പോവാണ്. പാടാൻ വരുന്നു രാഹുൽ. സാറേ എന്തോ എന്തായിരുന്നു അത്? രണ്ടും കൽപ്പിച്ച് എന്തൊക്കെയോ ചെയ്തതാ. അടിപൊളി. ഓക്കെ ചേച്ചി. രാഹുൽ ചേച്ചി സൂപ്പറായിരുന്നു. എനിക്ക് ആ ലാസ്റ്റിലത്തെ ഡാൻസിന്റെ സെഗ്മെന്റ് അത് പൊളിച്ചടുക്കി. അതൊരു ഭയങ്കര എനർജറ്റിക് ആയിരുന്നു. ലാസ്റ്റ് നിർത്തിയതും എല്ലാം കൊറിയോഗ്രാഫി കലക്കി. പിന്നെ ആള് മൊത്തത്തിലൊന്ന് മാറി. അതെ, ആദ്യം വന്ന ആ രാഹുലിന്റെ പെർഫോമൻസിൽ നിന്നും ഒക്കെ ഒരുപാട് മാറി. ഒരുപാട് കോൺഫിഡൻസ് വന്നു. തുടക്കത്തിൽ എന്തെങ്കിലും മറന്നതുപോലെ ഒരു ഫീലിംഗ് മറന്നിട്ടില്ല. എല്ലാം ഞാൻ പാടിയിട്ടുണ്ട്. എടുത്തപ്പോ ശരിയായില്ല. തുടക്കം പഞ്ച് എന്തോ മറക്കുന്നു എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് കിട്ടും. പിന്നെയാണ് അത് അല്ല അത് എന്തോ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ആണെന്നുള്ളത് മനസ്സിലായി. ഈ വരി തെറ്റിക്കുന്ന ഒരു പേരുദോഷമുണ്ട്. അതാ ഞങ്ങള് പോയോന്നൊരു സംശയത്തില് തിരിച്ചു വന്നു. അല്ല, ഞാൻ എഴുതി പഠിച്ചിരുന്നു. പക്ഷെ എന്നാലും ഇവിടെ വരുമ്പോ ഒരു വിധിയാണ്. സ്റ്റുഡൻസ് ഒക്കെ ഇരുന്ന് കാണണ്ടേ? സ്റ്റുഡൻസ് ആണ് ഇത് കണ്ടിട്ട് ഇങ്ങനെ വിമർശനങ്ങൾ പറയാം. ഒരു പയ്യനുണ്ട് നമ്മളവിടെ പഠിക്കാൻ. അവൻ വന്നിട്ട് പറഞ്ഞു, സാറേ പരിപാടിയെ കണ്ടു പറഞ്ഞു. അപ്പൊ ഞാൻ ഒന്ന് വിരിഞ്ഞു. അപ്പൊ കുറച്ചുകൂടെ കൊണ്ട് ആഞ്ഞു പിടിച്ചാൽ ചിലപ്പോ രക്ഷപ്പെടുന്നു പറഞ്ഞു. പിന്നെ അവൻ വന്നിട്ട് പറഞ്ഞു, സാറേ ചുമ്മാ തമാശ പറഞ്ഞ വിഷമനോ പറഞ്ഞു. പക്ഷെ എന്നാലും അത് ഇങ്ങനെയുള്ള കുറെ വിമർശനങ്ങൾ കേൾക്കുന്നുണ്ട്. മോട്ടിവേഷൻ ആണ് അതൊക്കെ. പക്ഷെ എന്നാലും നല്ലൊരു അറ്റംപ്റ്റ് തന്നെയായിരുന്നു. നന്നായി, നല്ല ഒന്നാമത് പാട്ടിന്റെ എനർജി ഭയങ്കര എനർജി അല്ലേ? ഇതിന്റെ ക്രിയേറ്റേഴ്സിനെ പറ്റി പറയും. മ്യൂസിക് ചെയ്തിരിക്കുന്നത് SP വെങ്കടേഷ് സാറാണ്. ലിറിക്സ് എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി സാറാണ്. MG ശ്രീകുമാർ സാറും സുജാത മാമും പാടിക്കുന്ന പാട്ടാണ്. അവർ രണ്ടുപേരാണ് പാടിയിരിക്കണേ. പിന്നെ സിനിമ മിന്നാരം എന്ന് പറഞ്ഞ സിനിമ. ഡ്യൂവറ്റ് ഒറ്റയ്ക്ക് വന്ന് നിന്ന് പാടിയല്ലോ. അതൊരു ടാസ്ക് ആണ്. കാരണം ഇങ്ങനെ വരികൾ കയറി വരികയല്ലേ. ബ്യൂട്ടിഫുൾ ആയിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു പാടിയത്. പക്ഷെ ഇതിനകത്ത് ഒരു സംഗതി
ഞങ്ങൾ ഇങ്ങനെ ഞാനും ശരത് സാറും കൂടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, ഇതെന്ത് ഇങ്ങനെ ഈ സംഗതി ഇത് തന്നെ പാടിക്കൊണ്ടിരിക്കുന്നത്. ഒന്നത് പാടൂ, ഓമനിക്കാം. ഓരിലത്താളി ഞാൻ തേച്ചു തരാം, അതന്നെ നിന്റെ തളിർമേനിയാകെ ഞാൻ ഓമനിക്കാം. അതെന്താ അത്? ഓമനിക്കാം. എവിടെ? ഓമനിക്കാം. അതിന്റെ നെക്സ്റ്റ് വരി പാടൂ. ചാലിച്ച ചന്ദനം ഞാനൊരു നിന്റെ തുടുനെറ്റി പൂവിലൊരുമ്മ വെക്കാം. രാഹുൽ പാടിയ സംഗതി നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇത് പ്രതീക്ഷിച്ചിരിക്കും, ഇത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പാടിയിരുന്നെങ്കിൽ ഓക്കെ, ബാക്കി ഇംപ്രവൈസ് ചെയ്തതാന്ന് വിചാരിക്കുക. ഇത് എവിടെ 4 ലൈൻസ് ഉണ്ട്, അതിലൊന്നിനും അത് വന്നില്ല. ഇംപ്രവൈസ് ചെയ്തല്ല, അറിയാതെ പാടിയതാ. അല്ല, തെറ്റി പഠിച്ചത് ഉറച്ചു പോയില്ലോ, അത് പെട്ടെന്ന് ഓർമ്മ വന്നില്ല. അങ്ങനെ എന്തായാലും രാഹുൽ, നൈസ് പെർഫോമൻസ്. നല്ല ഞങ്ങളെല്ലാരും എൻജോയ് ചെയ്യിപ്പിച്ചു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ഷാനിക. രാവിലെ സാറേ നന്നായിട്ട് പാടി. താങ്ക് യു. നല്ല ഡെഫിനറ്റ്ലി നല്ല എനർജറ്റിക് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. അവസാനത്തെ ഡാൻസ് പരിപാടികളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഫീൽ ചെയ്തത് ഒരു റഷ് ഉണ്ടായിരുന്നു മൊത്തത്തിൽ. അതർവൈസ് എനിക്ക് വേറെ പ്രശ്നമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. നല്ല, ഇപ്പം മഞ്ജരി പറഞ്ഞ പോലെ തന്നെ നല്ല എനർജറ്റിക് ആയിട്ട് തന്നെയാണ് പാടിയതും ഈ ഭാഗം. കാരണം അത് ഭയങ്കര രസമാണ്. ആ ഓമനിക്ക എന്ന് പറഞ്ഞ ഒരു ഭാഗമൊക്കെ ഭയങ്കര രസമാണ്. നല്ല ഉഗ്രനായിട്ടാണ് ശ്രീകുട്ടൻ ചേട്ടൻ പാടിയിരിക്കുന്നതൊക്കെ. അപ്പം അതിൽ നിന്ന് ഒന്ന് കേട്ട് നമ്മുടെ അകത്ത് സ്റ്റാമ്പ്ഡ് ആയിട്ടുള്ള ഒരു പാട്ട്, ഈ പടത്തിലെ എല്ലാ പാട്ടുകളും, ലില്ലി പാപ്പലോലി ഏതാണെങ്കിലും, അപ്പോൾ അത്രയും സ്റ്റാമ്പ്ഡ് ആയിട്ടുള്ള പാട്ടിൽ ചെറിയൊരു മാറ്റം വരുമ്പോൾ നമുക്കുണ്ടാവും ചെറിയൊരു കുച്ചു മനസ്സിലായി. അങ്ങനെ മാത്രം കണ്ടാൽ മതി അതിനെ. അത്രേ ഉള്ളൂ കേട്ടോ. ദാറ്റ്സ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക. ശരത് സർ. രാഹുലേ സാറേ, എനിക്കിഷ്ടമായി രാഹുൽ പാടിയത്. താങ്ക് യു സാർ. എന്ന് വെച്ചാൽ മറ്റുള്ള ഇതുപോലുള്ള ഈ ഓട്ടം ഫീൽ ചെയ്തത് എവിടാന്നറിയാം? ചരണത്തിന്റെ എൻഡ്, ആ കസവും കൊണ്ടൊരു ഓട്ടം അങ്ങോടി. എങ്ങോട്ടായിരുന്നു അത്? ഇനി ഒരു പെണ്ണ് കെട്ടാനുള്ള ആഗ്രഹമുണ്ടോ? ഇല്ല. അല്ല, ഞാൻ ചോദിച്ചതാ. ചിലപ്പോ സന്തോഷിക്കായിരിക്കും. സമ്മതമാണോ? മുഖമൊക്കെ മാറി. ഇല്ല, അത് വേണ്ട കേട്ടോ. അവരെ ഒന്നിനകത്ത് തന്നെ എങ്ങനെ സഹിക്കുന്ന പിന്നല്ല. അപ്പൊ രാഹുലെ, ഈ പ്രധാനമായിട്ട് ആ ഓമനിക്കാം, അതാണ് രാഹുലിന് ഇപ്രാവശ്യം ആപ്പായത്. ബാക്കിയുള്ള അതിനു മുമ്പുള്ള സംഗതിയൊക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. എന്ത് രസമായിരുന്നു. അതുപോലെ നല്ല ശബ്ദമാണ് രാഹുൽ, നല്ലൊരു സുഖമുള്ള ശബ്ദമാണ്. നമുക്കൊരു ശബ്ദം കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു അനുഗ്രഹമാണ്, ദൈവാനുഗ്രഹമാണ്. പിന്നെ ഓമനിച്ചത് അത്ര ശരിയായി. ഭാര്യ ഓമനിച്ചാൽ മതി, അപ്പൊ ശരിയായിക്കോളും കേട്ടോ. സാറിന്റെ ഡാൻസ് കിടിലം, അതെ, ആസ്വാദ്യം. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു സർ. ഓക്കെ, എന്താ ഇനി മാർക്സ് ചോദിക്കാം? ഷാനിക. 8.8. താങ്ക് യു ഷാനിക. ശരത് സർ. 8.7. താങ്ക് യു ശരത് സർ. ചേച്ചി. രാഹുലിന്റെ ഈ പാട്ടിന്റെ മാർക്സ് ഈ ഗാനക്കുടത്തിലേക്ക് ഇടുകയാണ്. താങ്ക് യു ചേച്ചി. സോ ടോട്ടൽ 17.5. അപ്പോ സാറിന്റെ ആ ഡാൻസും പാട്ടോടുകൂടി നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഇന്നത്തെ എപ്പിസോഡിലെ നിങ്ങളുടെ 2 പേരുടെ മാർക്സ് ബേസ് ചെയ്ത് ആരാണ് ടോപ്പർ? ആരാണ്? ദേവിക. ഓക്കെ, സോ ഈ എപ്പിസോഡിൽ ടോപ്പർ നേടിയ ദേവികയ്ക്ക് ദേവൻ നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ. അഖില പുത്രിയാളമ്മേ, അഖില നായകിയേ, തുണൈക്കാമോരടിയങ്ങൾ തുതിച്ചു കൈ തൊഴുമ്പോൾ കളിക്കും പന്തലിൽ കത്തും വിളക്കായി വരുന്നു. അഴകിയ
കേറും ചെറുകുന്നീലഗ്രീശാലവരും അചലപുത്രിയളം അഖിലനായകി